നമസ്കാരം. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. 28 വയസ്സിൽ താഴെ പ്രായമുള്ള 10ാം ക്ലാസ് പാസ്സായ നല്ല കായികക്ഷമതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കോൺസ്റ്റബിളായി പ്രവേശിക്കാൻ സാധിക്കും. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഥവാ RPF ആണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. 14/5/2024 വരെ ഇതിന് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആൺകുട്ടികൾക്ക് വേണ്ട മിനിമം ഹൈറ്റ് 165 സെൻറ്റിമീറ്ററാണ്. പെൺകുട്ടികളാണെങ്കിൽ 157 സെൻറ്റിമീറ്ററാണ് ഉയരം ആവശ്യമായിട്ടുള്ളത്. കണ്ണടയില്ലാതെ കാണാൻ സാധിക്കുന്ന കുട്ടികൾ, നല്ല കായികക്ഷമതയുള്ളവർ, മാത്സും റീസണിങ്ങും നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ളവർ, ഇത്തരത്തിലുള്ള കുട്ടികൾക്കാണ് ഇവിടെ സാധ്യത കൂടുതലുള്ളത്. കാരണം ആദ്യം മാത്തമാറ്റിക്സ്, റീസണിങ്, ജനറൽ അവയർനെസ് മുതലായവയുമായി ബന്ധപ്പെട്ട ഒരു റിട്ടേൺ എക്സാം നടത്തും. ആ റിട്ടേൺ എക്സാമിൽ സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് പിന്നീട് ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു മെഡിക്കൽ കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള റെയിൽവേയിൽ ഒരു സ്ഥിരം ജോലിയാണ് ലഭിക്കുന്നത്. 28 വയസ്സാണ് ഇതിൻ്റെ ഉയർന്ന പ്രായപരിധി എങ്കിലും OBCക്ക് 3 വർഷത്തെ ഇളവും SC/ST വിഭാഗത്തിന് 5 വർഷത്തെ ഇളവും ഉണ്ടായിരിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു OBC കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 31 വയസ്സിൽ താഴെ പ്രായമുള്ള 10ാം ക്ലാസ്സുകാരനാണെങ്കിൽ അവന് 18 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ അയച്ച ശേഷം പിന്നീട് നടക്കുന്ന പരീക്ഷയുടെ പ്രിപ്പറേഷന് വേണ്ടി ഞങ്ങൾ സാരഥി സെൻറ്റർ ഫോർ എക്സലൻസിൽ പ്രത്യേകം കോച്ചിങ് നടത്തുന്നുണ്ട്. രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഞങ്ങളുടെ കോച്ചിങ്ങിൻ്റെ രീതി. രാവിലെ 6:30 മുതൽ 8 മണി വരെ ഫിസിക്കൽ ട്രെയിനിങ് കൊടുത്ത ശേഷം 1 അവർ ബ്രേക്ക് ഉണ്ടാകും. പിന്നെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുടർന്ന് 2 മുതൽ 4 വരെയുമാണ് ഞങ്ങളുടെ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകൾ. അതിനുശേഷം വീണ്ടും വൈകിട്ട് 4:30 മുതൽ തുടങ്ങുന്ന ഫിസിക്കൽ ട്രെയിനിങ് 6:30 വരെ നീണ്ടു നിൽക്കും. ഈ കോഴ്സിൽ നിങ്ങൾ പങ്കെടുത്ത് അല്പം കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി വരാം. ഇനി എഴുത്തു പരീക്ഷ സംബന്ധിച്ചിടത്താണെങ്കിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ കണക്ക് ചെയ്യുന്നതിനുള്ള സ്പീഡ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. കാരണം 10th ബേസ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ്, എലിമെൻ്ററി മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങളാണ് ഇതിന് വരുന്നത്. പക്ഷെ അത് വേഗത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതുപോലെ റീസണിങ്, നമ്മുടെ ലോജിക്കിനനുസരിച്ച് നമ്മൾ ആ റീസണിങ്ങിൻ്റെ ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കണം. ജനറൽ അവയർനെസ് സെക്ഷനിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സും പൊളിറ്റിക്സും എല്ലാം മിക്സ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിലും ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പഠിത്തം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ വിഭാഗത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടത്തുന്ന കോഴ്സിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മാത്സിന് വേണ്ടി അഡീഷണൽ ടൈം മാറ്റി വയ്ക്കും. അതായത് ബേസിക് മാത്സ് ചെയ്യാൻ പോലും അറിയാത്ത കുട്ടികളാണെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ മാത്സിന് പ്രാവീണ്യമുള്ളവരാക്കി മാറ്റുന്നതിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കൂടെ ഞങ്ങളുടെ ഈ കോഴ്സിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 മാസത്തേക്കുള്ള ഒരു കോഴ്സായിട്ടാണ് ഞങ്ങളിത് വിഭാവന ചെയ്തിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ അതിൻ്റെ എല്ലാ പോർഷൻസും തീർത്ത് പിന്നീട് റിവിഷൻ ചെയ്യാനുള്ള അവസരം ചെയ്തു കൊടുക്കും. അതിന് ഞങ്ങൾ വളരെ തുച്ഛമായ ഫീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഓഫീസുമായി ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ബാക്കി വിശദ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഈ അവസരം മാക്സിമം വിനിയോഗിക്കാൻ ശ്രമിക്കുക.